ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിവേഴ്സ് ഓഫ് കേരളയുടെ കണ്ടിന്യൂഷൻ നമ്മളൊരു ബേസിക്സ് കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. ജസ്റ്റ് നമുക്കതൊന്ന് റിവൈസ് ചെയ്തിട്ട് തുടങ്ങാം. റിവേഴ്സ് ഓഫ് കേരള ബേസിക്സ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു. അതിൽ സ്റ്റഡി ഓഫ് റിവേഴ്സ് ഇസ് കോൾഡ് പോട്ടമോളജി. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നദികളുണ്ട് അല്ലേ, അതിനകത്ത് വാട്ടർ ബോഡി ഒരു 15 കിലോമീറ്ററിന് മുകളിലാണെങ്കിലാണ് നമ്മൾ റിവറായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ 44 റിവേഴ്സ് ഉണ്ട്. അതിൽ തന്നെ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളുമാണ് ഉണ്ടാവുക. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു: കബനി, ഭവാനി, പാമ്പാർ. അതിനകത്ത് ഏറ്റവും വലുത് കബനിയാണ്, 57 കിലോമീറ്റർ ഉണ്ട്. ഏറ്റവും ചെറുത് പാമ്പാറാണ്, 25 കിലോമീറ്റർ. ഈ 3 നദികളെ കിഴക്കോട്ടൊഴുകുന്ന നദികളായിട്ട് നമുക്ക് പഠിക്കാനുള്ളെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്: വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ നദി നെയ്യാറാന്ന് ഓർത്തിരിക്കുക. ഏറ്റവും വലിയ നദി 244 കിലോമീറ്റർ ഉള്ള പെരിയാറാന്ന് ഓർത്തിരിക്കുക. ഏറ്റവും ചെറുത് മഞ്ചേശ്വരം റിവറാണ്. ഏറ്റവും കൂടുതൽ റിവേഴ്സ് ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെയാണ്. പിന്നെ കിഴക്കോട് ഒഴുകുന്ന നദികളിൽ വലുത് കബനിയും ചെറുത് പാമ്പാറുമാണ്. ഇത് രണ്ടും നമ്മൾ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഇത് എന്തായാലും പഠിക്കണം. ഓക്കെ, അടുത്തത് ലെങ്ത് ഓഫ് റിവേഴ്സ് ആണ്. പെരിയാർ 244 കിലോമീറ്റർ, ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പമ്പ 176 കിലോമീറ്റർ, അതായത് 110 മൈൽസ്, ചാലിയാർ 169 കിലോമീറ്റർ. ഇതിൽ ഞാൻ പെരിയാറിൻ്റെയും ഭാരതപ്പുഴയും മൈൽസിലുള്ളത് കൊടുത്തിട്ടില്ല, കാരണം PYQസിലുള്ളതാണ് ഞാൻ എംഫസൈസ് ചെയ്ത് പറയുന്നത്. സോ അതിനകത്ത് പെരിയാറിൻ്റെ 244 കിലോമീറ്ററും ഭാരതപ്പുഴ 209 കിലോമീറ്ററും തന്നെയാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ പമ്പയാണ് മൈൽസിൽ ചോദിച്ചത് കണ്ടത്. സോ ഞാൻ അത് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ചാലിയാർ 169 കിലോമീറ്റർ, 105 മൈൽസ്. ജസ്റ്റ് ഞാൻ എഴുതിയേ ഉള്ളൂ. സോ PYQs കുറച്ചും കൂടെ ഇമ്പോർട്ടൻസോടെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അത് ബേസ് കറക്റ്റായിട്ട് ഉറച്ചിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ നദിയെ പറ്റിയാണ് ഇവിടെ നമ്മളിന്ന് സംസാരിക്കുന്നത്. അതേപ്പറ്റി നോക്കാം. കേരളത്തിലെ അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് പെരിയാർ റിവറിനെ പറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയും അതുപോലെ തന്നെ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും പെരിയാർ നദിയാണ്. പെരിയാർ നദിയെ ഒറിജിനേറ്റ് ചെയ്യുന്നത് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ എറണാകുളം, ഇടുക്കി ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ റിവർ. നിങ്ങൾ ഈ കേരളത്തിന്റെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ റിവറിന്റെ ഒഴുകുന്ന ഇത് കറക്റ്റായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എപ്പോഴും ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ ഒരു മാപ്പ് വെച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കാനൊക്കെ അത് സഹായകരമാകും. പിന്നെ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ളതും പെരിയാർ നദിയിലാണ്. അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികളായിക്കോട്ടെ, ജലസേചന പദ്ധതികളായിക്കോട്ടെ, എല്ലാം ഏറ്റവും കൂടുതലുള്ളത് പെരിയാർ നദികളിലാണ്. ഇടുക്കി ഡാം ഒക്കെ തന്നെ, അതുപോലെ പള്ളിവാസൽ, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, അങ്ങനെ ജലവൈദ്യുത പദ്ധതികളും ജലസേചന പദ്ധതികളും ഏറ്റവും കൂടുതലുള്ളത് പെരിയാർ നദിയിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാർ നദിയാണ്. ഇത്രയാണ് നമുക്ക് പെരിയാറിനെ കുറിച്ച് ഓർക്കാനുള്ളത്. മറക്കരുത്, ലോങ്സ്റ്റ് റിവർ ഇൻ കേരള, ലൈഫ് ലൈൻ ഓഫ് കേരള, ഒറിജിനേറ്റ് ചെയ്യുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് എറണാകുളം, ഇടുക്കി ജില്ലയിലൂടെയാണ് പെരിയാർ നദി. ഒരുപാട് ഡാംസ് കൂടുതലുള്ളതും ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് കൂടുതലുള്ളതും പെരിയാർ നദിയിലാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാർ നദിയാണ്. അടുത്തായിട്ട് പെരിയാറിന്റെ മറ്റ് ചില പേരുകളാണ്. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെരിയാറിനെ തന്നെയാണ് ആലുവാപ്പുഴയെന്നും കാലടിപ്പുഴയും നമ്മൾ വിളിക്കുന്നത്. പെരിയാറിനെ തന്നെയാണ് നോൺ ആസ് ആലുവാപ്പുഴ ആൻഡ് കാലടിപ്പുഴ. ഓൾസോ കോൾഡ് ചൂർണി ഇൻ കൗഡല്യ അർത്ഥശാസ്ത്രയിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. അതുപോലെ തന്നെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദിയും പെരിയാർ നദിയാണ്. ഓക്കെ, പെരിയാർ നദിയുടെ മറ്റ് പേരുകളാണ് ആലുവാപ്പുഴ, കാലടിപ്പുഴ, ചൂർണി, പൂർണ്ണ. അതുപോലെ ആലുവയിൽ വെച്ച് പെരിയാർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒന്ന് മംഗലംപുഴയാണ്, മാർത്താണ്ഡംപുഴയാണ്. ഏത് നദിയാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതെന്ന് ചോദിച്ചാൽ അത് പെരിയാർ നദിയാണ്. ഓക്കെ, അപ്പം പെരിയാർ നദിക്ക് ആലുവാപ്പുഴ, കാലടിപ്പുഴ, ചൂർണി, പൂർണ്ണ, പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ അത് മംഗലംപുഴയാവും, മാർത്താണ്ഡംപുഴയായിട്ടും മാറുന്നുണ്ട്. ഇത്രയും പെരിയാറിന്റെ മറ്റു പേരുകളാണ്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പെരിയാറിന്റെ തീരത്തെ പ്രധാനപ്പെട്ട നദീതീര പട്ടണങ്ങൾ, അതുപോലെ ടെമ്പിൾസ്, പ്ലേസസ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ. പെരിയാറിന്റെ തീരത്തുള്ള നദീതീര പട്ടണങ്ങൾ എന്ന് പറയുന്നതും നദിക്ക് തീരത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാകുന്ന കുറച്ച് സൈറ്റ്സ് ഒക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കേരളത്തിന്റെ വ്യവസായ നഗരം എന്ന് വിളിക്കപ്പെടുന്ന ആലുവ പെരിയാർ നദിയുടെ തീരത്താണ്. ഓക്കെ, ആലുവ എവിടെയാണ്? പെരിയാർ നദിയുടെ തീരത്താണ്.
അതുപോലെ തന്നെ പെരിയാർ നദി തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതായത് തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. ഓക്കെ, തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പെരിയാറാണ്. പിന്നെ നമ്മുടെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയും പെരിയാറിന്റെ തീരത്താണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയും പെരിയാറിന്റെ തീരത്താണ്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആലുവ മണപ്പുറം ശിവരാത്രി മഹോത്സവം ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ട് തന്നെ പരിചയമാണ്. അപ്പൊ അത് നടക്കുന്നതും പെരിയാറിന്റെ തീരത്താണ്. പെരിയാറിന്റെ തീരത്ത് ആലുവ മണപ്പുറത്താണ് അവിടുത്തെ ശിവ ടെമ്പിളിലാണ് ശിവരാത്രി മഹോത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ മലയാറ്റൂർ പള്ളിയും പെരിയാറിന്റെ തീരത്താണ്. ഓക്കെ, അപ്പൊ ഇത്രയും സൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ആലുവ പെരിയാറിന്റെ തീരത്താണ്, തേക്കടിയെ കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി, അതുപോലെ ശിവ ടെമ്പിളിന് ആലുവ മണപ്പുറത്തെ ശിവ ടെമ്പിളിലാണ് ശിവരാത്രി മഹോത്സവം നടക്കുന്നത്, അത് പെരിയാറിന്റെ തീരത്താണെന്ന് ഓർത്തിരിക്കുക. പിന്നെ മലയാറ്റൂർ പള്ളിയും പെരിയാറിന്റെ തീരത്താണെന്ന് ഓർത്തിരിക്കുക. അടുത്തായിട്ട് പഠിക്കാനുള്ളത് പെരിയാറിന്റെ പോഷക നദികളാണ്. ഓക്കെ, പെരിയാറിന്റെ പോഷക നദികൾ മുതിരപ്പുഴ റിവർ, മുല്ലയാർ, ചെറുതോണി, ഇടമലയാർ. ഇത്രയുമാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ള പെരിയാറിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് പറയപ്പെടുന്നത്. മുതിരപ്പുഴ, മുല്ലയാർ, ചെറുതോണി, ഇടമലയാർ. ഇതിനകത്ത് തന്നെ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയായിട്ട് മുല്ലയാറിനെയാണ് പറയുന്നത്. ഏറ്റവും ആദ്യം പെരിയാറിനോട് ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. ഓക്കെ, ദെൻ മുതിരപ്പുഴ പോഷക നദിയാണ്, ചെറുതോണി അതെ, ഇടമലയാറാണ്. പിന്നെ ഇത്രയുമാണ് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകളെ പറ്റിയാണ്. സോ നമുക്കറിയാം പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്, ജലസേചന പദ്ധതികളുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡാം ഉള്ളത്, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ നീളം കൂടിയ നദിയെ, കേരളത്തിന്റെ ജീവരേഖ എല്ലാം പെരിയാർ തന്നെയാണ്. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് അറിയാലോ, കുറവൻ കുറത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. അപ്പൊ അത് പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ചെങ്കുളം പ്രൊജക്ട്, പള്ളിവാസൽ പ്രൊജക്ട്, പന്നിയാർ പ്രൊജക്ട്, ആദ്യത്തെ കോൺക്രീറ്റ് ഡാമായ മാട്ടുപ്പെട്ടി അണക്കെട്ട് എല്ലാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. ഇതിനകത്ത് ഇടുക്കി ഡാം ഇമ്പോർട്ടന്റ് ആണ്, ചെങ്കുളം പ്രൊജക്ട് ഇമ്പോർട്ടന്റ് ആണ്, പള്ളിവാസൽ പ്രൊജക്ട് 1940 ഇയർ ചോദിച്ചിട്ടുണ്ട്. 1940 പള്ളിവാസൽ പ്രൊജക്ട്, ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ് പള്ളിവാസൽ പ്രൊജക്ട് വന്നതൊക്കെ. ദെൻ പന്നിയാർ പ്രൊജക്ട്, അതുപോലെ തന്നെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് എന്നറിയപ്പെടുന്ന അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട്. ഇതെല്ലാം പെരിയാറിന്റെ ഭാഗമാണ്, പെരിയാറിലുള്ളതാണ്. ഇപ്പം മറക്കരുത്, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളതും ജലസേചന പദ്ധതികളുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയൊക്കെ പെരിയാർ തന്നെയാണ്. ഇത്രയുമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡാമുകളെ പറ്റിയും ഒക്കെ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇനി പറയാനുള്ളത് ചെറിയൊരു ഫാക്റ്റ് ആണ്. അതായത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു മേജർ ഫ്ലഡ് ഉണ്ടായത് എന്ന് പറയാൻ പറ്റുന്ന 1341 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഈ 1341 ഫ്ലഡ് ഉണ്ടായി, ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതോടൊപ്പം സംഭവിച്ച ഒരു കാര്യമാണ്, നമ്മൾ അതുവരെ വിദേശികളുമായിട്ടുള്ള കച്ചവടങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഒക്കെ ബന്ധപ്പെട്ടിരുന്ന അതിനൊരു മീഡിയം എന്ന് പറയുന്നത് ഈ മുസ്രിസ് എന്ന് പറയുന്ന ഹാർബർ ആയിരുന്നു. കൊടുങ്ങല്ലൂരുള്ള മുസ്രിസ് ഹാർബർ തുറമുഖം വഴിയാണ് നമ്മൾ എല്ലാം നമ്മുടെ വ്യവസായമാകട്ടെ കച്ചവടമാകട്ടെ ഒക്കെ വിപുലപ്പെടുത്തിയിരുന്നത് അതുവഴിയായിരുന്നു. പക്ഷേ ഈ ഫ്ലഡോട് കൂടി ഈ മുസ്രിസ് തുറമുഖം നശിച്ചു പോവുകയും അതായത് പെരിയാറിന്റെ വെള്ളം കയറി മുസ്രിസ് തുറമുഖം മുഴുവനോടെ നശിച്ചു പോവുകയും അത് ഒരു കൊച്ചിയിൽ ഒരു തുറമുഖത്തിന് അല്ലെങ്കിൽ ഒരു വികാസം പ്രാപിച്ചു വരാനുള്ള ഒരു സംരംഭം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന കൊച്ചി തുറമുഖം ഉണ്ടായതും നമുക്കിന്ന് അറിവില്ലാത്ത മുസ്രിസ് എന്ന് പറയുന്ന പഴയ കാലത്തെ ഒരു മേജർ ഹാർബർ ആയിരുന്ന കൊടുങ്ങല്ലൂർ ഹാർബർ ഇല്ലാണ്ടാവുകയും ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ആദ്യത്തെ വെള്ളപ്പൊക്കം ഏതാന്ന് ചോദിച്ചാൽ അത് 1341. പിന്നെ സെക്കൻഡ് ഫ്ലഡ് എന്ന് പറയുന്നത് 1924 നടന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ഫ്ലഡ് ഓഫ് 99 എന്ന ഒരു പേരിലും ഈ 1924 വെള്ളപ്പൊക്കത്തെ കണ്ടിട്ടുണ്ട്. ഈ ഫ്ലഡ് ഓഫ് 99 പേര് വരുന്നതെന്ന് വെച്ചാൽ ഇത് കൊല്ലവർഷത്തിന്റെ കണക്കാണ്. 1099 ഒക്കെയുള്ള കൊല്ലവർഷ കണക്കിലാണ് ഈ 99ന്റെ പേരിൽ ഫ്ലഡ് ഓഫ് 99 എന്ന് പറഞ്ഞു ഇത് അറിയപ്പെടാനുള്ള കാരണം. അപ്പൊ ഇങ്ങനെ രണ്ട് വെള്ളപ്പൊക്കങ്ങൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അത് നമുക്ക് അറിവില്ല. പക്ഷെ ഇത് ഈ സെക്കൻഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് ചെറുതായിട്ട് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഉണ്ടായ വെള്ളപ്പൊക്കമാണ് 2018 നമ്മളൊക്കെ കണ്ട ഒരുപാട് നാശനഷ്ടം വിധിച്ച വെള്ളപ്പൊക്കം.